ഡാൻസ് ഓഫ് സംഘം നടൻ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിയതും മറ്റൊരു ലഹരി ഇടപാടുകാരനെ തേടിയാണെന്ന വിവരം പുറത്തു വരുമ്പോൾ നിറയുന്നത് സർവത്ര ദുരൂഹതകൾ മാത്രമാണ്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള വ്യാപക ലഹരി ഇടപാടുകളിൽ കണ്ണിയായ ഫോർട്ട് കൊച്ചി സ്വദേശി ഷജീർ എന്നയാളെ തേടിയാണ് പോലീസ് 16 രാത്രി 11 എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിൽ എത്തിയത്. ഇയാളുടെ ലൊക്കേഷൻ ഹോട്ടലിന്റെ സമീപത്ത് വെച്ച് അവസാനിക്കുകയായിരുന്നു. ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അവിടെ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നുവെന്നും തുടർന്ന് ആ മുറിയിലേക്ക് പോലീസ് പോയി. ഷൈൻ ഓടുകയും ചെയ്തു. 16 രാവിലെ 5:30 കൂടിയാണ് ഷൈൻ ഹോട്ടൽ മുറിയിൽ എത്തിയത്. 10 മണിയോടെ നടനെ കാണാൻ ഒരു യുവതി എത്തിയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഇതേ നിലയിൽ യുവതിക്ക് വേണ്ടി ഒരു മുറിയും എടുത്തിരുന്നു. വൈകിട്ടോടെ പാലക്കാട് സ്വദേശിയായ ഒരാൾ ഷൈനെ കാണാനെത്തി. ഇതിൽ ആ യുവതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഷൈനിൽ നിന്നും മൊഴിയെടുക്കും. മട്ടാഞ്ചേരി മാഫിയയിലെ പ്രധാനിയാണ് ഫോർട്ട് കൊച്ചി സ്വദേശി ഷജീർ. ഷജീറിന്റെ ഫോൺ ഹോട്ടലിന്റെ അടുത്തുവരെ എത്തിയതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കല്ലൂരിലെ വേദാന്ത ഹോട്ടലിലായിരുന്നു എല്ലാം സംഭവിച്ചത്. ഷജീറിനെ അന്വേഷിച്ചെത്തിയ ഡാൻസ് ഓഫ് സംഘം ഹോട്ടൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പേര് കണ്ടുവെന്നാണ് വിശദീകരിക്കുന്നത്. നടന്റെ മുറിക്ക് മുന്നിലെത്തിയ സംഘം പലതവണ വാതിലിൽ മുട്ടിയെങ്കിലും തുറന്നില്ല. റൂം സർവീസ് ഒന്നും വേണ്ട, തന്നെ ആരും ശല്യപ്പെടുത്തരുതെന്നും ഷൈൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി. പോലീസ് എത്തിയ വിവരം ഹോട്ടൽ ജീവനക്കാരിൽ നിന്നും ചോർന്നതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ പരിശോധന നടത്തിയ ഡാൻസ് ഓഫ് സംഘത്തിന് കാര്യമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്നതും ഷൈൻ ടോം ചാക്കോയാണെന്ന് മുറിയിൽ ഉണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞു. സ്യൂട്ട് റൂമിന്റെ ലെൻസിലൂടെ പോലീസിനെ കണ്ട ഷൈൻ ടോം ചാക്കോ ജനൽ വഴി ചാടി 2ാം നിലയിലെ ഷീറ്റ് വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള കോണിപ്പടി വഴി ഓടി രക്ഷപ്പെട്ടു. പേടിച്ചിട്ടാകാൻ മകൻ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ പ്രതികരിച്ചത്. യൂണിഫോമിൽ അല്ല പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. റൂം സർവീസിന് വന്നതാണോ എന്ന് അവൻ വിളിച്ചു ചോദിച്ചിരുന്നു. ആരെയും അയച്ചിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചു. താൻ ആരെയും വിളിച്ചിട്ടില്ലെന്നും ഷൈൻ ടോം പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിനിടയിൽ പെട്ടെന്നല്ലേ ഉദ്യോഗസ്ഥരെ കാണുന്നത്, അപ്പോൾ ഇറങ്ങി ഓടിയതാണ്. മകൻ എവിടെ എന്നറിയില്ല. അമ്മ മറിയ കാർമൽ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ പോലീസിനെ കണ്ടതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട ഷൈനിന്റെ നടപടി സംശയകരമാണെന്നാണ് പോലീസ് നിഗമനം. നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനെ കണ്ടപ്പോൾ എന്തിന് ഇറങ്ങി ഓടിയെന്ന് എന്നറിയണം എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇതിനകം പോലീസിന്റെ 32 ചോദ്യങ്ങൾക്ക് നടൻ ഇന്ന് ഉത്തരം നൽകണം. എറണാകുളം ടൗൺ നോർത്ത് പോലീസാണ് പ്രാഥമിക ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഇഴകീറി ചോദിക്കാനാണ് പോലീസിന്റെ നീക്കം. ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ 1 മാസത്തെ ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കും. സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച 6 ഹോട്ടലുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും. ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ നടനെ സന്ദർശിച്ചവരുടെ വിവരവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളെ കുറിച്ചും വിശദമായി അന്വേഷിച്ചു. ഷൈനുമായി ബന്ധപ്പെട്ട് എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഷൈനിനെ ആരൊക്കെ സന്ദർശിച്ചു? ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടയിൽ ഹോട്ടൽ മുറിയിൽ നിന്നും സാഹസികമായി ഇറങ്ങി ഓടിയത് എന്തിനാണ്? ലഹരി ഇടപാടോ സാമ്പത്തിക ഇടപാടോ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള 32 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഷൈൻ ഹാജരാവുകയാണെങ്കിൽ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി പരിശോധിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നതെങ്കിലും യാത്രയിലായതിനാൽ വൈകിട്ട് 3 മണിക്ക് ഹാജരാവാൻ പറ്റൂ എന്നാണ് ഷൈൻ അറിയിച്ചിരിക്കുന്നത്. തൃശൂരിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പോലീസ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകിയത്. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഡാൻസ് ഓഫ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ട സംഭവത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുക. എന്നാൽ നടൻ പോലീസിന് മുമ്പിൽ എത്തുമോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നുമാണ് ഷൈനിന്റെ പിതാവ് ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷൈൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും ഷൈനിനെതിരെയുള്ള കേസുകൾ ഓലപ്പാമ്പാണെന്നും പിതാവ് പ്രതികരിച്ചു. ദയവ് ചെയ്ത് ദ്രോഹിക്കരുതെന്നും ഷൈൻ ടോം ചാക്കോയുടെ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു.